ഫോക്കസ് വാർത്തകളിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് എറണാകുളത്തെ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബ് വിവാദം. വലിയ വിവാദമായി തന്നെ അത് മാറി. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഇടപെട്ട്, ഹൈബി ഈഡൻ എംപിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റും ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞ വിഷയം മന്ത്രിയുടെ ഇടപെടലോടുകൂടി വീണ്ടും വിവാദമാകുന്നു. സ്കൂൾ മാനേജ്മെന്റും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും സംഘടനകളും അതിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു, രംഗത്ത് വരുന്നു. ഇതായിരുന്നു കണ്ടത്. പക്ഷേ മന്ത്രി തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ സമവായത്തിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന മന്ത്രിയുടെ വാക്കുകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഇന്ന് ശക്തമായ ഭാഷയിൽ സ്കൂൾ മാനേജ്മെന്റിന് മുന്നറിയിപ്പുമായി മന്ത്രി രംഗത്ത് വരുന്നതാണ് കണ്ടത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ ഉയർത്തിയ വിമർശനം, ഒപ്പം തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളിൽ നിന്ന് വന്ന വിമർശനം, ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിയ വിമർശനം സർക്കാരിന് വലിയ ക്ഷീണം വരുത്തിയിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്ന സൂചനയോടെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചത്. ഈ പ്രശ്നം പരിഹാരമാകാതെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. സ്കൂൾ മാനേജ്മെന്റിന്റെ വെല്ലുവിളി അംഗീകരിക്കില്ല എന്നതാണ് പ്രധാനമായും മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഒരു സർക്കാരിന് മുകളിലല്ല സ്കൂൾ മാനേജ്മെന്റ് എന്ന കാര്യം ഓർക്കണം. ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വിവാദത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന ആരോപണം കൂടി വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തുകയാണ്. നമുക്കറിയാം, വളരെ രൂക്ഷമായ ഭാഷയിൽ ആണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതരും അവരുടെ അഭിഭാഷകരും രംഗത്ത് വരികയും സർക്കാരിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. സർക്കാരിന് എന്ത് അധികാരമാണ് ഈ രീതിയിൽ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മന്ത്രി ഉയർത്തിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകൊണ്ട് എന്ത് ഭീഷണിയാണ്, ഇതൊരു ഭീഷണിയാണ്, എന്ത് അധികാരമാണ് സർക്കാരിന് ഈ കാര്യങ്ങളിൽ ഉള്ളത് എന്ന ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇതിനെയാണ് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായ ഭാഷയിൽ വിമർശിക്കുന്നത്. രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടന്നു എന്നതാണ് മന്ത്രി ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ വിഷയത്തിൽ ഇടപെട്ട അഭിഭാഷകയുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രി ഈ വിമർശനം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റും PTIയും പ്രതികരിച്ചത്. അഭിഭാഷകയും സ്കൂൾ മാനേജ്മെന്റും സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. കോൺഗ്രസിന് വേണ്ടിയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടന്നത്. അത് അനുവദിക്കില്ല എന്നതാണ് മന്ത്രി സൂചിപ്പിച്ചത്. അവർ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി ഇങ്ങോട്ട് വേണ്ട. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഇന്ത്യൻ ഭരണഘടനയും കോടതി വിധിയും മാനിച്ച് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകും. ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ പ്രശ്നത്തിലാണ് സർക്കാർ ഇടപെട്ടത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ സർക്കാർ ഇടപെടുക തന്നെ ചെയ്യും എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ സൂചന വാക്കുകളിലൂടെ. ഒരു അവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ? പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ. എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഓരോ വിദ്യാലയവും പ്രവർത്തിക്കേണ്ടത് ഈ നാടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും പാലിക്കുവാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ ചട്ടത്തിൽ NOC പിൻവലിക്കാൻ, നിഷേധിക്കാൻ ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട് എന്ന കാര്യം മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗവൺമെന്റിന് മുകളിലാണ് മാനേജ്മെന്റ് എന്ന് കരുതേണ്ട, അത് അംഗീകരിക്കില്ല എന്നതാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. അതൊരു കൃത്യമായ സന്ദേശം സ്കൂൾ മാനേജ്മെന്റിന് നൽകുകയാണ്. സ്കൂളിന് വേണ്ടി സംസാരിക്കേണ്ടത് ഈ PTAയും അഭിഭാഷകയും അല്ല എന്നൊരു കാര്യം കൂടി മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അവിടെ മന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരവസരം കിട്ടിയപ്പോൾ എന്നത് മന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അവിടെ ഉയർന്ന ചോദ്യം, ആരാണ് ഈ അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്നതാണ്. പ്രധാനമായും ഈ വിഷയം നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇനിയും പരിഹരിക്കപ്പെടാൻ ഇരിക്കുന്ന ഒരു വിഷയമാണ്.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ളത് 2 കോടതി വിധികളാണ്. അത് ഒന്ന്, ഈ സ്കൂളിന് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി അവർ കോടതിയെ സമീപിച്ചപ്പോൾ അതിന് വേണ്ടുന്ന സുരക്ഷ ഒരുക്കണം, സ്കൂളിൻ്റെ നിയമമാണ് പാലിക്കപ്പെടേണ്ടത് എന്ന കാര്യം നിർദ്ദേശിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വിധിയാണ്. മറ്റൊന്ന്, 2018 യൂണിഫോം സംബന്ധിച്ച കേസിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കേണ്ടതാണെന്നും അതിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കാനാകില്ല എന്നും ജസ്റ്റിസ് മുഷ്താഖ് വിധി പുറപ്പെടുവിച്ചിരുന്നു. അതാണ് നമുക്ക് മുന്നിലുള്ള മറ്റൊരു വിധി. ഇതാണ് സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഈ വിധികൾ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രിക്കെതിരെ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം നിയമ നടപടിക്ക് എന്ന സൂചന നൽകുകയും നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ ഈ അവസരം എന്നതുകൊണ്ട് മന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വീഴ്ച സംഭവിച്ചു എന്നതിന്റെ ഏറ്റുപറച്ചിലാണ്. മന്ത്രി പറഞ്ഞതിന് നിയമസാധുതയുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ ഇപ്പോഴത്തെ മുന്നിലുള്ള 2 വിധികൾ പ്രകാരം മന്ത്രി പറഞ്ഞതിന്, മന്ത്രി സർക്കുലറിലൂടെ നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് നിയമസാധുതയില്ല. ആ അവസരത്തിലാണ് സ്കൂൾ മാനേജ്മെന്റിന് അവരുടെ അഭിഭാഷകയ്ക്ക് PTIക്ക് ഈ നിലയിൽ സംസാരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. അപ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത ഒരു സർക്കുലർ പിന്നെ എങ്ങനെ വന്നു? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്കറിയാം. ആ രീതിയിൽ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും ബോധ്യമുള്ളപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത, നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങൾ എങ്ങനെ സർക്കുലറായി വന്നു എന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ആ കാര്യങ്ങളിൽ മന്ത്രി മൗനം പാലിക്കുകയാണ്. മറ്റൊന്ന്, ഒരു ഘട്ടത്തിൽ പരിഹരിച്ചു, സമവായത്തിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ അവിടെ എന്തുകൊണ്ട് ഒരു സമവായത്തിന് ശേഷം നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം സർക്കുലറായി ഇറങ്ങി ആ സാഹചര്യം മോശമാക്കാനുള്ള വഴി സൃഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ മന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത്. വീഴ്ച പറ്റിയത് ആർക്ക് എന്നത് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ഈ സർക്കുലർ ആണ് പ്രധാന പ്രശ്നമായി വരുന്നത്. അത് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ. അതിന് നിയമപരമായി പ്രാബല്യമില്ലാത്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സർക്കുലർ എവിടെ നിന്ന് വന്നു എന്നത് വിശദീകരിക്കണം. അത് മന്ത്രി ചെയ്യുന്നില്ല. അത് നിയമ പരിശോധനകൾ ഇല്ലാതെയാണോ അത്തരമൊരു സർക്കുലർ ഇറങ്ങിയത് എന്നത് നോക്കണം. അത് ഇപ്പോഴും ആ സർക്കുലർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ SDPIയുടെ ഭാഗത്തു നിന്നാണ് ഭീഷണി ഉണ്ടായത് എന്നത് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതേ SDPI ഈ സർക്കുലർ വന്നതിന് ശേഷം ഈ സ്കൂളിൽ മാത്രമല്ല, മറ്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെല്ലാം ഇത് ബാധകമാക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർക്കുലർ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സർക്കുലർ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ മറച്ചുവെക്കാനാണ് മന്ത്രി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നത്. ആ വീഴ്ചകൾ മറച്ചുവെച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് എടുത്ത നിലപാടിനെതിരെ രംഗത്ത് വരുന്നു. അതിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിനേറ്റ തിരിച്ചടി, അല്ലെങ്കിൽ സർക്കാരിന് മന്ത്രിക്ക് പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ അതിന്റെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതേസമയം ഇതിൽ രാഷ്ട്രീയം, മന്ത്രി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് പറയുന്നു. പിന്നീട് ഈ സമവായ ശ്രമങ്ങളിൽ ഇടപെട്ട MPയോ മറ്റുള്ളവരോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് സന്നദ്ധമാകാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായി മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉയർത്തിയ ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് ബന്ധപ്പെട്ടവർ തന്നെയാണ്. കോൺഗ്രസിന്റെ ഇടപെടൽ സംശയിച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ ശ്രമങ്ങൾ നടന്നു എന്ന കാര്യം മന്ത്രി സൂചിപ്പിച്ചത്. അത് മറ്റൊരു കാര്യം. ഇനിയും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്നൊരു ചോദ്യമുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ കുട്ടിക്ക് സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലെത്താം എന്നതാണ് മാനേജ്മെന്റ് ഇപ്പോഴും എടുത്തിട്ടുള്ള നിലപാട്. മറിച്ചായാൽ അവർ നിയമ നടപടികളിലേക്ക് പോകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നും കുട്ടി സ്കൂളിലെത്തിയില്ല. സ്കൂൾ മാനേജ്മെന്റ് അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ
തങ്ങൾക്ക് സംഭവിച്ച വീഴ്ച മറച്ചുവെക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്, ജാള്യത മറയ്ക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഇന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഫോക്കസ് നമ്പർ 2 പോവുകയാണ്. നമുക്കറിയാം